ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത മലയാളി നടീനടന്മാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ജഗതി ശ്രീകുമാറാണ്. ജഗതി മുമ്പ് നടി മല്ലിക സുകുമാരനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 1979 ഈ ദമ്പതികൾ വേർപിരിയുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം മല്ലിക തൻ്റെ കരിയറിന് ഒരു ചവിട്ടുപടിയായി തന്നെ ഉപയോഗിച്ചുവെന്ന് ജഗതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. 1984 നടൻ ശോഭയെ വീണ്ടും വിവാഹം ചെയ്യുകയായിരുന്നു. ജഗതി ശ്രീകുമാറിന് മറ്റൊരു മകളുണ്ട് എന്നും എന്നാൽ വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും അവളുടെ എല്ലാ ചെലവുകളും താൻ വഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് കലയുമായി അദ്ദേഹം ബന്ധത്തിലായിരുന്നുവെന്നും ശോഭയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഒരു ബന്ധത്തിലായിരുന്നുവെന്നും ഊഹാപോഹങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും തന്നെയില്ല. രണ്ടാമത്തേത് നടി അംബികയാണ്. അംബിക 1988 NRI ഷിനു ജോണിനെ വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. അവർക്ക് രാം കേശവ്, ഋഷികേശ് എന്നീ 2 ആൺമക്കളുണ്ട്. എന്നിരുന്നാലും 1998 ദമ്പതികൾ വിവാഹമോചനം നേടുകയായിരുന്നു. അഭിനയ ജീവിതം പുനരാരംഭിക്കാൻ അംബിക ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. 2000 നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു. എന്നിരുന്നാലും ഈ വിവാഹവും 2002 വിവാഹമോചനത്തിൽ അവസാനിക്കുകയായിരുന്നു. നിലവിൽ അംബിക ചെന്നൈയിൽ താമസിക്കുകയാണ്. മൂന്നാമത്തേത് നടി ഷീലയാണ്. നടി ഷീല ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു പത്രപ്രവർത്തകനായ സേവിയറിനെ വിവാഹം കഴിക്കുകയായിരുന്നു. എന്നിരുന്നാലും വിവാഹമോചനത്തിൽ അവസാനിച്ചു. നടൻ പ്രേം നസീറിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഷീലയുടെ വ്യക്തിജീവിതം വളരെ പ്രശ്നമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നീട് അവർ തമിഴ് നടൻ രവിചന്ദ്രനെ വിവാഹം കഴിക്കുകയായിരുന്നു. അദ്ദേഹം 2011 അന്തരിച്ചു. അവർക്കൊരു മകനുണ്ട്, പ്രശസ്ത തമിഴ് ടെലിവിഷൻ നടനായ ജോർജ്. ഷീലയും രവിചന്ദ്രനും ഒടുവിൽ വേർപിരിഞ്ഞു. 2000 ദേശീയ അവാർഡ് ജേതാവായ നടി ഉർവശിയെ മനോജ് കെ ജയൻ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ 2008 മനോജ് കെ ജയൻ ഉർവശി ഒരു മദ്യപാനിയാണ് എന്ന് അവകാശപ്പെട്ട് വിവാഹമോചനം നേടിയതോടെ അവരുടെ വിവാഹത്തിൽ വലിയ വഴിത്തിരിവുണ്ടായി. കോടതി നടപടികൾക്കിടയിലും ഉർവശി മദ്യപിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മനോജിനൊപ്പം താമസിക്കുന്ന തേജാലക്ഷ്മി എന്ന മകളുണ്ട്. തുടർന്ന് 2011 ആശയെ മനോജ് കെ ജയൻ വിവാഹം കഴിക്കുകയായിരുന്നു. ഇവർക്ക് അമൃത് എന്നൊരു മകനുണ്ട്. 2013 ചെന്നൈ ആസ്ഥാനമായുള്ള കെട്ടിട നിർമ്മാണ കമ്പനി ഉടമയായ ശിവപ്രസാദിനെ ഉർവശി വിവാഹം കഴിച്ചു. 2014 ഓഗസ്റ്റിൽ അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. 1988 മുകേഷ് തൻ്റെ തനി ആവർത്തനം സഹനടി സരിതയെ വിവാഹം കഴിച്ചു. അവർക്ക് ശ്രാവൺ, തേജസ് എന്നീ 2 ആൺമക്കളുണ്ട്. 2007 അവർ വിവാഹ മോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷിനെതിരെ സരിത ദ്വൈഭാര്യത്വ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സരിതയെ നിയമപരമായി വിവാഹമോചനം ചെയ്യാതെയാണ് മുകേഷ് നർത്തകി മേത്തിൽ ദേവികയെ വിവാഹം കഴിച്ചത് എന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കിംവദന്തികൾ പ്രകാരം മുകേഷ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് സരിത പറഞ്ഞു. പക്ഷേ 25 വർഷത്തെ അവരുടെ ബന്ധം അദ്ദേഹം കൂടുതൽ മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കണമായിരുന്നുവെന്ന് അവർ പറയുകയായിരുന്നു. 94 ഡോക്ടർ യാമിനി തങ്കച്ചിയെ ഗണേഷ് കുമാർ വിവാഹം കഴിച്ചു. വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു കോളിളക്കത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചുരുക്കം ചില രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ഗണേഷ് കുമാർ. 14 വർഷമായി ഭർത്താവ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് യാമിനി തങ്കച്ചി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദിത്യൻ, ദേവരാമൻ എന്നീ 2 ആൺമക്കളുണ്ട് ഇവർക്ക്. ഒരു മലയാളം ചാനലിൻ്റെ മാർക്കറ്റിംഗ് മേധാവിയായ ബിന്ദു മേനോനെ 2014 ഗണേഷ് വിവാഹം ചെയ്തു.